ഇതാണ് കേട്ടോ റോഡ്. ഇപ്പോൾ ഈ കാണുമ്പോൾ ഉള്ള ഭംഗിയൊന്നുമല്ല കേട്ടോ, കുറച്ചും കൂടെ അങ്ങോട്ട് പോകുമ്പോൾ കാണാൻ പറ്റും. ഇതിനാണ് റോഡെന്നൊന്ന് പറയുന്നത്. പിന്നെ നമ്മളെല്ലാവരും ഉണ്ണിയപ്പം കഴിച്ചിട്ടുണ്ടാവും. ഉണ്ണിയപ്പത്തിന് 13, 14 കുഴിയൊക്കെ കാണും ഉണ്ണിയപ്പം ഒഴിക്കാൻ. അതുപോലെ ഈ റോഡിൽ എന്തോരം കുഴിയുണ്ടെന്നൊന്ന് നോക്കൂ, നമുക്ക് എണ്ണാൻ പറ്റില്ല, അത്രയ്ക്കും കുഴിയുണ്ട്. പിന്നെ പാവപ്പെട്ട ജനങ്ങളുടെ അവസ്ഥയൊന്ന് ആലോചിക്കൂ. റോഡിൽ തന്നെ കിണറും കുളവും എല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇതിപ്പോൾ മഴയും കൂടി ആകുമ്പോൾ ഈ കുഴിക്ക് ആഴം കൂടുക ചെയ്യുക, വെള്ളം നിറയും. പിന്നീട് യാത്ര ചെയ്യുന്നവർ എല്ലാവരും വിചാരിക്കും യാത്ര ചെയ്യുമ്പോൾ ചെറിയൊരു കുഴിയാണെന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും ഓടിക്കുക. അപ്പോഴാണ് നമുക്കറിയണത് നമ്മുടെ മുട്ടിൻ്റെ അത്രയ്ക്കും കുഴിയായിരിക്കും. അനുഭവങ്ങൾ കൊണ്ട് പറയുക. പിന്നെ ഞാൻ ഈ റൂട്ടിൽ കൂടെ തന്നെയാണ് യാത്ര ചെയ്യുന്നത്. സ്കൂട്ടിയിലായിരുന്നു ആദ്യം യാത്ര ചെയ്ത്. അപ്പോൾ ഞാനിപ്പോൾ സ്കൂട്ടി നിർത്തി ബസ് യാത്രയാണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ റൂട്ടിൽ കൂടെ വരുമ്പോൾ എന്തോരം അപകടം ഉണ്ടായതെല്ലാം കണ്ട അനുഭവം ഉള്ളതുകൊണ്ട് ഞാൻ നിന്നതാണ്. ഇതിപ്പോൾ എങ്ങനെയാണ് ഞാൻ പറയാമെന്ന് എനിക്കറിയണില്ല. കാരണം വണ്ടി ഓടിക്കുന്നവർ നന്നായിട്ട് ശ്രദ്ധയോടെ വണ്ടി ഓടിക്കുക. നമുക്ക് വേറെ വഴി കൂടെ പോകാമെന്ന് പറഞ്ഞു വെച്ചാൽ വേറെ വഴിയൊന്നുമില്ല. ഈ വഴിയിലൂടെ തന്നെ നമുക്ക് യാത്ര ചെയ്യാൻ വേണം. പിന്നെ ഒരു ആശുപത്രി കേസൊക്കെ വരികയാണെങ്കിലും ഒരു എമർജൻസി ആയാൽ കൂടി ഈ റൂട്ടിൽ കൂടെ തന്നെ പോകണം. ഇതിനു വേണ്ടി നമ്മൾ ഒത്തിരി സമയം ഈ റൂട്ടിൽ കൂടെ തന്നെ സമയം വേസ്റ്റായി പോവുക ചെയ്യുക. കാരണം നിങ്ങൾ തന്നെ അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തോരം വലിയ വലിയ കുഴികളാണെന്നൊന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലിടുക. ഇത്രയേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, താങ്ക് യു.